വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഹെയറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഒരു പിക്കാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് പോലും ഒറിജിനലാണ് എന്തോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഒരു കിടില സാരിയാണിത്. പ്രത്യേകിച്ച് ഈ പ്ലെയിൻ സാരിയൊക്കെ കൊടുക്കുമ്പോൾ പെൺപിള്ളേർക്ക് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഭംഗിയെന്നുള്ള. എങ്ങനെയുണ്ട് മക്കളെ, എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് നമ്മുടെ മേക്ക് ഓവറിലോട്ട് പോകാം. ഇന്ന് എനിക്ക് കുറച്ചധികം റീൽസ് എടുക്കാനുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇൻസ്റ്റയിൽ ഇടണം, ഫേസ്ബുക്കിൽ ഇടണം, എല്ലാത്തിലും ഇടണം. അപ്പോൾ എല്ലാത്തിനും ഓരോരോ വീഡിയോ വെച്ച് നമുക്ക് എടുക്കണം. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം. നമുക്ക് മോയ്സ്ചറൈസർ വേണം. നമുക്ക് ഫസ്റ്റ് റോസ് വാട്ടറിൽ തുടങ്ങാം. ഇന്ന് എൻ്റെ ഫേസ് കണ്ടോ, ആ കുരുവിൽ നിന്ന് ഒരുപാട് കുറഞ്ഞില്ലേ? കാരണം ഒത്തിരി ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ഫേസിലെയും ഇതൊക്കെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാട്ടോ. അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്താണ് ഇപ്പോൾ ഇച്ചിരി ഭേദമുള്ളത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് തന്നെ ഒരു ക്ലിയർ സ്കിന്നിലോട്ട് എൻ്റെ ഫേസ് എത്തിക്കും എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോസിൻ്റെ പഴയതെടുത്ത് നോക്കി അറിയാം, ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കുറഞ്ഞു. ഇവിടെയാണെങ്കിൽ കണ്ടമാനുണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഒരു സൺസ്ക്രീം ഞാൻ എൻ്റെ എല്ലാ പഴയ വീഡിയോസിലും ഉപയോഗിച്ചിട്ടുണ്ട്. ആ സൺസ്ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ കറക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് നന്നായിട്ട് കറക്കുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നവർ നോക്കിയും കണ്ടും യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് സാധാരണ ഞാൻ എല്ലാം ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാണ് പോകുന്നത്. ഇന്ന് ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ മുടിയൊന്ന് പൊക്കി സെറ്റാക്കാൻ പോയത്. കാരണം മുടി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു വൃത്തികേട് പോലെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൊട്ടത്തലയുടെ പിക്ക് പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്ത സമയത്ത് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാണ്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടു കേട്ടോ. കാരണം ആർക്കും മനസ്സിലാവത്തില്ല. അത് ഞാൻ ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. എൻ്റെ ഒരു ഓൾഡ് പിക്ക് എടുത്തിട്ട് അതിൽ ഞാൻ മൊട്ടത്തലയാക്കിയതാണ്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് റിയാലിറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യം ഇതുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2013 ആ സമയത്തൊക്കെയാണ് PGക്ക് കയറുന്നത്, MSW എടുക്കുന്നത്. ആ സമയത്ത് എനിക്കറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ ലീക്കായി. ഞാൻ പേരൊന്നും എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആ സമയത്ത് അത് ആ കുട്ടിയുടെ വീഡിയോ അല്ല എന്നുള്ളത് ഒരു സെക്ഷൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ആ കുട്ടിയുടെ വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു ഒരുപാട് വന്ന് പറയുമോ, ഇൻ്റർവ്യൂ കൊടുക്കുമോ. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ്മാർ വരെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ കൊച്ചിൻ്റെ വീഡിയോ അല്ല, അത് വേറെ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ്റെ വീഡിയോ ആണ്, എടുത്ത് ഇങ്ങനെ മോർഫ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ഇങ്ങനെ ഇട്ടേക്കുവാണ്, അത് ആ കുട്ടിയല്ല എന്നുള്ളത് 100% ഷുവർ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മലയാളീസ് അത് വിശ്വസിച്ചില്ല. ആ കൊച്ചിനെ ട്രോളി
ആ കൊച്ചിനെ സെക്ഷലി ഭയങ്കരമായിട്ട് കമൻറ്റ് ബോക്സ് ഒന്നും തുറക്കാൻ പറ്റില്ല, അത്രയും രീതിയിൽ സെക്ഷൽ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരു AI കാലമാണ്. AIയുടെ മാത്രമല്ല, ഇപ്പം തേങ്ങേനെ മാങ്ങയാക്കാനും മാങ്ങേനെ തേങ്ങയാക്കാനും പറ്റുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. ഇപ്പം നമ്മുടെ വീട്ടിൽ എൻ്റെ ഒരു ഫോട്ടോ ഞാനിങ്ങനെ മിററിൽ നോക്കി ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഒരു ഫോട്ടോയിനെ ഒരുത്തൻ മോർഫ് ചെയ്ത് ന്യൂഡാക്കി. എന്നിട്ട് അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കിങ്ങനെ റാൻഡംലി ഇങ്ങനെ മെസ്സേജ് അയച്ചു. എനിക്ക് ആ പുള്ളിയായിട്ട് ഒരു ഇതും ഇല്ല കേട്ടോ, ഒരു ചാറ്റിങ്ങോ ഒന്നുമില്ല. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അനു ഇങ്ങനെ നിൻ്റെ ഒരു ന്യൂഡ് പിക്ക് ഞാനൊരു വാട്സപ്പിൽ കണ്ടായിരുന്നു, താനെങ്ങനെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമോ, എന്തെങ്കിലും ചെയ്തോന്നു. ഞാൻ പെട്ടെന്ന് ഷോക്കായി. പണ്ടാറങ്ങ ഞാൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്തോന്നോ ഇങ്ങനെ വിചാരിച്ചിട്ട് പുള്ളി നോക്കട്ടെ, എനിക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മിണ്ടാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കതൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അയച്ചു തന്നപ്പോൾ ഞാൻ കിളി പോയി നിൽക്കുവാണ്. എൻ്റെ അതേ സ്ട്രക്ചർ കുറച്ചെങ്കിലും ഭയങ്കര നിങ്ങളടുത്ത് ഓപ്പണായിട്ട് പറയാം, എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈസിൽ വേരിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർ തന്നെ വിശ്വസിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിപ്പോയി. ദൈവമേ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അന്താളിച്ച് പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എന്നിട്ട് ഞാനത് സൈബറിൽ കൊണ്ടുപോയി പരാതി കൊടുത്തതിന് ശേഷം അവരയാളെ വിളിപ്പിച്ച് ഇതിൻ്റെ പിറകിൽ ഒരു 10-20 ആൾക്കാർ എന്ന് വെച്ചാൽ അവരവരുടെ വൈഫിനെ വെച്ച് വീഡിയോ കോൾ ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്, ന്യൂഡായിട്ട് വീഡിയോ കോൾ ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ അയാൾക്ക് അറിയില്ലാത്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, നടിമാർ, സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ന്യൂഡാക്കി അതിൻ്റെ അകത്ത് ഇടും. എന്നിട്ട് അവരെക്കുറിച്ച് നമുക്ക് സെക്ഷലി വർണ്ണിക്കാം. ഇങ്ങനെയാണ് ആ ഗ്രൂപ്പ്, ചെപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര്. എൻ്റെ കയ്യിൽ അയാളുടെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയാൾ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് എന്നെ വിളിപ്പിച്ച് ഞാനൊരു 5-10 ദിവസം ഇതിന് വേണ്ടിയിട്ട് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മണിക്കൂർ കണക്കിനിരുന്ന ആൾക്കാരെയൊക്കെ പൊക്കി. ഒരു മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ അത് ചെയ്തിരുന്നത് ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കണം, പണ്ടേ ഞാൻ അങ്ങനെ ആയിപ്പോയി കേട്ടോ ഒന്നും. അപ്പം അയാളെങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അയാളൊരു ഹാൻഡിക്യാപ്റ്റാണ്. അയാൾ വന്നിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിവർത്തിയില്ലാതെ ചെയ്തു പോയതാ, എനിക്ക് ജോലിക്ക് പോകാനുള്ള കഴിവില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളുടെ സ്ത്രീ ശരീരത്തെ അവർ പോലും അപ്ലോഡ് ചെയ്യാത്ത കുറേ ഫോട്ടോസ് എടുത്തു വെച്ച് നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇപ്പോൾ പറഞ്ഞു വരുന്നത് നീ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഞാൻ എൻ്റെ മാത്രമല്ല പറയുന്നത്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ബോഡിയിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ഉള്ളത് കൊണ്ടും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയതുകൊണ്ടുമാണ് ഇന്ന് വരെ ഞാനൊരു ന്യൂഡായിട്ടോ അല്ലെങ്കിൽ ഒരു 2 പീസിലോ അല്ലെങ്കിൽ ഭയങ്കര വൾഗാരിറ്റിയിലോ ഒന്നും ഒരിടത്തും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എൻ്റെ ഒരു ന്യൂഡ് പിക്ക, ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുടെ ആ ഗ്രൂപ്പിൽ കുഞ്ഞു പിള്ളേർ മുതൽ വീട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന അമ്മമാർ, ആൻറ്റിമാർ, ചേച്ചിമാർ, അമ്മച്ചിമാർ, ഈ സൈഡിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകൾ, ഇവരുടെ വരെ പിക്കിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, വീഡിയോ ചെയ്യുന്ന എൻ്റെ മാത്രമല്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ജോലി ചെയ്യുന്നവരുടെ വരെ ഇടുന്നുണ്ട്. അന്നത്തെ നമ്മുടെ പണ്ട് ജീവിച്ചൊരു കാലം, എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ജീവിച്ചൊരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു AI കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് എന്ത് വന്നാലും വിശ്വസിക്കുക എന്ന് പറയുന്നത് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മൊട്ടത്തലയുടെ പിക്ക് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, മുടിയില്ലാത്തൊരു പിക്കാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അനു ഇത് വിശ്വസിക്കാവോ? കാരണം എൻ്റെ മുടീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അനു ഇത് നീയാണോ, ഇതെനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നീ മൊട്ടയടിച്ചോ, അയ്യോ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്? കാരണം ആർക്കും മനസ്സിലാവുന്നില്ല, അത്രയും ഒറിജിനാലിറ്റി ആ പിക്കിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ
ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുട്ട അടിച്ചിട്ടില്ല, നിങ്ങൾ കാണുന്നില്ലേ. ഇത് എടുക്കുന്നത് 8-ാം തീയതിത്തെ വീഡിയോ ആണ്. 8-ാം തീയതി ഞാൻ എന്നും എടുത്തിട്ട് ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്, എടുത്തു വെച്ചിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അപ്പം എടുത്ത് അപ്പം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഒറിജിനാലിറ്റി എക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. നാളെ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും, അമ്മയ്ക്കോ സഹോദരിയോ ആരെങ്കിലും ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടൊരു മോഡലിംഗ് ചെയ്യുന്ന, ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ 2018 മുതൽ 17 മുതൽ മോഡലിംഗ് ഫീൽഡിലോട്ട് വന്ന ഒരു ആളാണ് എന്ന സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അവരെങ്ങനെ ജീവിക്കണം, ഏത് ഡ്രസ്സ് ഇടണം. നമ്മൾ ആരാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോയി സജസ്റ്റ് ചെയ്യുക? എനിക്ക് ഓൾമോസ്റ്റ് കുറേ കമൻസ്, അതൊന്നും എന്നെ ബാധിക്കത്തില്ല. കാരണം ഇതെൻ്റെ പാഷനാണ്. ഞാനിത് ചെയ്യാതിരുന്ന നാളെ ഞാൻ എവിടെയും എത്താൻ പോകത്തില്ല. ഇന്ന് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് ഞാൻ ഈ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ പറയുവാണ്, നമുക്ക് എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവുള്ളൂ. അല്ലാതെ വീട്ടിൽ ഇരുന്ന് ചോറും കറിയും വെച്ച് ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യം മാത്രം നോക്കിയിട്ടിരുന്ന് ഒന്നും നേടാതെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് എവിടെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഞാൻ ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് വേണ്ടേ? ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എൻ്റെ വീഡിയോസ് മോശമായിട്ട് വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങളെ പിടിച്ചു വെക്കുന്നില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതിപ്പോൾ എൻ്റെ എന്നല്ല, ആരുടെ ആയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്തിനാ ഈ മറ്റുള്ളവരുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? ജഡ്ജ് ചെയ്യുന്നത് പോട്ടെ, കമൻസ് എന്തോരം വൾഗാരിറ്റി കമൻസാണ് നമ്മൾ ഒരാളെക്കുറിച്ച് ഒന്നും അറിയാതെ ഇടുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഭയങ്കര ഒരു കോമഡി ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളാണെന്ന്. എൻ്റെ മെസ്സേജസ് കണ്ടാൽ പോലും എന്നെ അങ്ങനെ വിലയിരുത്തുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള. ശരിക്കും ഞാൻ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ വന്നാൽ എല്ലാവരും അങ്ങനെയാണ്, ഭയങ്കര പാവമാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ്, എനിക്ക് തോന്നുന്നു ഒരു 2021 ശേഷമാണ് ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചു തുടങ്ങിയതും പ്രാക്ടിക്കലായിട്ട് ജീവിച്ചു തുടങ്ങിയതും. നിങ്ങൾക്കറിയാമോ, എൻ്റെ അച്ഛൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പൈപ്പിൽ പോലും വെള്ളം എടുക്കാൻ വിടാത്ത ഞാൻ ഒരു കൂട്ടിക്കിടന്ന് ജീവിച്ച ഒരാളാണ്. ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതം എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ആണ്. അതുപോലെ ഓരോ ജീവിതത്തിലും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിപരമായ ഒരു നിലപാടുണ്ടായിരിക്കാം, അനുഭവങ്ങളുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കും. അവരൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരിന്ന് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ അവർ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മൾ ആരാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ അങ്ങോട്ട് പോയി ആരെയും ജഡ്ജ് ചെയ്യാറില്ല. എന്നെ ഇങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ വരുന്നവരെ ഞാൻ വെറുതെ വിടത്തൂല കേട്ടോ. വെറുതെ വിടത്തില്ല. ഇപ്പോൾ നോർമലി നിങ്ങൾ എന്നെ കൊള്ളൂല, നിങ്ങൾ എൻ്റെ ഡ്രസ്സിങ് കൊള്ളൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഒരാളുടെ ഡ്രസ്സ് കണ്ട് ഞാൻ വെടിയാണ്, അല്ലെങ്കിൽ ഇവള് മറ്റേ കേസാണ്, ഇവള് മറ്റേ അങ്ങനത്തെയാണ്, അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ എന്നെ ഏതെങ്കിലും റൂമിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെങ്കിലും പോയി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത്രയും റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ലാതെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ വിലയിരുത്തി അവരുടെ പേഴ്സണൽ ജീവിതത്തിൻ്റെ അകത്ത് ഇടിച്ചു കയറുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഈ മൊട്ടത്തലയുടെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഫ്രസ്ട്രേഷൻസ് മൊത്തം ഇറക്കിയതാണ് കേട്ടോ. ഞാൻ അത് പറയാൻ കാരണം, നാളെ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഫോട്ടോയോ വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും നാളെ ആരെങ്കിലും പൊക്കി പിടിച്ചിട്ട് വന്നാൽ, പ്രത്യേകിച്ച് ഈ യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇതായിരിക്കും. കാരണം ആനേനെ തേങ്ങയാക്കാനും തേങ്ങേനെ മാങ്ങയാക്കാനും ഇന്നത്തെ ഒരു സമൂഹത്തിന് കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ആരെയും നമ്മൾ അറിയില്ലാതെ വിലയിരുത്താനോ അല്ലെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനോ നിൽക്കരുത്. നമ്മുടെ കാലഘട്ടം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ഫാമിലി, അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അമ്മ ഒരു ടീച്ചറാണ്, 3 മക്കളുണ്ട്. പക്ഷേ ആ ചെറുക്കൻ, അതിലെ മൂത്ത കൊച്ച്, എനിക്കൊന്നൊരു
8ാം ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. അവൻ്റെ കയ്യിൽ ഇപ്പോഴേ ഫോണുണ്ട് കേട്ടോ. അവർ ആ ഫോൺ കൊടുത്തത് അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ 5:30 ശേഷം ഇറങ്ങാൻ പറ്റുള്ളൂ. അവർ വീടെത്തുമ്പോൾ 7 മണി 8 മണിയാവും. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോണ്. ആ തലതെറിച്ച ചെറുക്കൻ ആ ഫോൺ എടുത്ത് അതിൽ വേറെ എന്തൊക്കെയോ ടെക്നിക്കൽ പരമായിട്ട് പഠിച്ച് അതിൽ അവനിങ്ങനെ സ്ത്രീകളുടെ അവനത് കാണുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ, അവന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് ഇട്ട് അത് മോർഫ് ചെയ്ത് അത് ന്യൂഡായിട്ട് കാണുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ. ഇത് കാണുന്ന പാരൻസിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിയത്തില്ല ഈ നമ്മുടെ കാലഘട്ടം എന്ത്. കുറേ ആൾക്കാർ പറയുന്നു നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നത് കൊണ്ടാണ്. ഇതിനു മുമ്പ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എല്ലാവരും അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. അതിൽ ക്രിമികടി ഉള്ളവർ മാത്രമേ പോകുന്നുള്ളൂ. ഈ നന്നായിട്ട് ജീവിക്കുന്നവർ എപ്പോഴും നന്നായിട്ട് ജീവിക്കും, നല്ല രീതിയിൽ ഇതായിക്കൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഇപ്പം കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 പേരിയ്ക്കുന്നു. അതിൽ 9ാമത്തെ ഒരാൾ കള്ള് കുടിക്കത്തില്ല എന്ന് അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിലോട്ട് പോകത്തില്ല. എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ആ 9 പേരും കള്ള് കുടിക്കുന്നു എന്ന് പറഞ്ഞ് 10ാമതായിട്ട് ഞാനും കള്ള് കുടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ മോശമാണ് എന്ന് വെച്ചിട്ട് ഞാനും മോശമാവണമെന്നുണ്ടോ? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ മോശമാവണോ നമ്മൾ നല്ലതാവണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്, എൻ്റെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഗൗരവമേറിയതും കുറച്ച് ഇതിലെനിക്കൊരുപാട് മോശമായിട്ടുള്ള കമൻസ് വരാനോ അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾ നന്നാവണം, നമ്മൾ ചീത്തയാവണോ എങ്കിൽ നമ്മൾ മാത്രമേ തീരുമാനിക്കാവൂ. അത് അടുത്തൊരാളുടെ ഇൻഫ്ലുവൻസിങ് ആവരുത്. എന്ത് തന്നെ ആയാലും അത് ഇപ്പോൾ ഈ AI വീഡിയോസ് ചെയ്യുന്ന എത്ര പേര് AI വീഡിയോസ് ഉപയോഗിച്ച് നല്ല നല്ല കോണ്ടന്റ് ഇറക്കുന്നുണ്ട്. അത് മോശം രീതിയിൽ ഇറക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. നമ്മൾ എന്തിനേയും അത് നമ്മളെ ബാധിക്കുന്നത് വരെയാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായി? ഇപ്പോൾ ആ പുള്ളി ഇപ്പോൾ എൻ്റെ വീഡിയോസോ ഫോട്ടോസോ എടുത്ത് മോർഫ് ചെയ്ത് മോശമായ രീതിയിൽ ആക്കുവാണെങ്കിൽ അതിലോട്ട് ഞാൻ എത്തുന്നത് വരെ അതെൻ്റെ പ്രശ്നമാണ്. അതിലോട്ട് ഞാൻ എത്താതിരിക്കുന്നത് വരെ അതെന്നെ ബാധിക്കുന്നില്ല. നമ്മൾ മറ്റൊരാളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളുടെ കഴിവുകൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണവും അതാണ്. പണ്ടെന്ന് പറയുമ്പോൾ ഒരു 2018-19 ആയപ്പോൾ എനിക്ക് ഓവർ വെയിറ്റ് ആയിരുന്നു. ഒരു 19 ഒരു സമയമായപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ ബോഡി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം 18-ന് മുമ്പുള്ള എൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ബോഡിയായിരുന്നു. 18 കഴിഞ്ഞ സമയത്തായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയറ് വന്നു. ഒരുമാതിരി ചളിഞ്ഞ പുളിഞ്ഞ ശരീരമായിട്ട് മാറിയിട്ട്. അപ്പം തൊട്ട് ഞാൻ വർക്കൗട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യും. ഇപ്പോഴാണ് ഈ ജിമ്മിൽ പോകാനും എല്ലാത്തിനും ഒരു കമ്പം കയറിയത്. പണ്ടൊന്നും ഇങ്ങനെ ജിമ്മിൽ പോകുന്നതൊന്നും പ്രാക്ടിക്കലായിരുന്നില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ അതൊക്കെ ആ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്ത് റീൽസൊക്കെ ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അടിമ ജീവിതം ജീവിച്ച ആ അടിമത്തരത്തിൽ നിന്നും ലൈഫിലോട്ട് കയറി വന്ന ഒരാളാണ് കേട്ടോ. വേറെ ആരിൽ നിന്നും അല്ല, എൻ്റെ വീട്ടുകാരിൽ നിന്നും തന്നെ. ഈ പുറത്ത് എൻ്റെ ഒരു ഡിഗ്രി വരെ ഞാൻ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് ഏത്, കോൺഗ്രസ് ഏത്, BJP ഏതെന്ന് പോലും അറിയില്ലാത്ത, ചിഹ്ന ഏതെന്ന് പോലും അറിയില്ലാത്ത ഒരാളിൽ നിന്നും ഞാൻ പിക്കപ്പായി കയറി വന്ന ഒരാളാണ്. എന്നെ മുന്നേ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം. ഒരു തരത്തിലുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു ലൈഫിൽ നിന്നും ഞാൻ പടുത്തുയർത്തിയ സാമ്രാജ്യമാണിത്. ഇതിൽ ആര് വന്ന് എന്ത് തേങ്ങ പറഞ്ഞാലും അത് എന്നെ ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നവും അല്ല. അതെന്നെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ അനുഭവിച്ച് ഇതിൽ നിന്നും പുറത്ത് നിന്ന് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ കാരണം ഒരാൾക്ക് നല്ലതുണ്ടായില്ലേലും കുഴപ്പമില്ല. നമ്മൾ കാരണം ഒരാളുടെ ജീവിതത്തിലും മോശം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഹെയർ ഒന്നും വെട്ടിയിട്ടില്ല. അതും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എന്നെ അൺഫോളോ ചെയ്യരുത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടോ? ഞാൻ ഇതിൽ കുറേ വീഡിയോസൊക്കെ ഇറക്കുന്നതായിരിക്കും കേട്ടോ. ഒരു ബ്രേക്ക് എടുത്തു. അത് ഇവിടെ ഭയങ്കര മഴയായിരുന്നു.
ഞാൻ പറഞ്ഞില്ല ഇതൊരു ചെറിയ റൂമാണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഭയങ്കര ചളിഞ്ഞാ പുളിഞ്ഞാ പോലത്തെ അവസ്ഥയായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും എന്നും മഴയാണ്. ഇവിടെ ഉള്ളതെന്നല്ല, എല്ലായിടത്തും ഇപ്പോൾ ഭയങ്കര മഴയല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് മഴ പെയ്താലും ഈ ഫ്ലാറ്റും കൂടി ആയത് കാരണം ഭയങ്കര ഏർച്ചയായിരിക്കും. പുറത്തൊന്നും ഇറങ്ങാനൊന്നും തോന്നത്തില്ല, വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ല. ഒന്നാമത് ഞാൻ ഭയങ്കര ലോൺലിനെസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളുമായിട്ട് ചേർന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ വഴിയിൽ ഷോർട്സിലൊക്കെ കാണാം. എങ്ങനെയുണ്ട് എന്താ സറി? നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചറിലോട്ട് ഞാൻ എൻ്റെ ബോഡീനെ എത്തിക്കാൻ പറ്റൊരു പാടുണ്ട്. അതൊക്കെ ഈ കമൻറ്റ് ഇടുന്നവർക്ക് വളരെ, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. PCOD ഉണ്ട്, പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫുഡ് കഴിച്ചാൽ എൻ്റെ ബോഡിയിൽ കയറത്തില്ല. എല്ലാവർക്കും ഭയങ്കര ഓവർ വെയിറ്റ് ആയിരിക്കും. എനിക്ക് ഫുഡ് മെഡിസിൻ എടുത്ത് വണ്ണം വയ്ക്കുക എന്നല്ലാതെ ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് വണ്ണം വയ്ക്കൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ആ 18 ഇറങ്ങിപ്പോയ വണ്ണം പിന്നെ എൻ്റെ ബോഡിയിലോട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ പ്രോട്ടീൻ ഞാൻ ജിമ്മിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൈഡ് എഫക്ഷൻ ഉണ്ടായി. ഈ സാധനം എനിക്ക് ക്രീമിട്ടും എണ്ണയിട്ടും വന്നതാണോ അല്ല ഇത് നാച്ചുറലായിട്ട് ഫുഡിന്ന് ആവുന്നതാണോ എന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഓയിലി ഫുഡ് എടുത്ത് അപ്പോൾ എൻ്റെ സ്കിന്നിൽ ചൊറിച്ചിൽ വരും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഒരുപാട് കാര്യം അവർ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ 10 മിനിറ്റത്തെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയും വിലയിരുത്തുന്നതിന് മുമ്പേ അവരുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കറിയില്ല എങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇത് എൻ്റെ ഫോളോവേഴ്സിനോട് ഞാൻ കാല് പിടിച്ച് പറയുന്ന ഒരു ഇതാണ്. എനിക്ക് ഈ ഇടയ്ക്ക് വന്നൊരു കമൻറ്റാണ്. എനിക്ക് വിജയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അത്രയും ഇഷ്ടമാണ്. അപ്പോൾ വിജയുടെ ഈ ഇടയ്ക്ക് ഡിവോഴ്സ് കേസ്, സംഗീതയുടെയൊക്കെ ഡിവോഴ്സ് കേസും അതുപോലെ തന്നെ പുള്ളിയുടെ ഓരോ വീഡിയോസിലും ഇങ്ങനെ എനിക്ക് 24 hours ഞാൻ ന്യൂസ് ചാനൽ വെച്ചിരിക്കും. അവരുടെ ഈ തമിഴ്നാട്ടിലെ ന്യൂസ് ചാനൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. വിജയുടെ എന്തെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാനും പോയി കമൻറ്റ് ഇടും കേട്ടോ. ഒരു വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ പുള്ളീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന രൂപത്തിലൊരു കമൻറ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കമൻറ്റ്: നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനുള്ളൊരു ആൻസർ പറയുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏതോ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വാ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ മറ്റേ ഇരുന്നിട്ട് ഇറങ്ങി ഓടുമല്ലേ, പിന്നെ അയാൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇട്ട്. അപ്പോൾ ലോട്ട് ഓഫ് കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എൻ്റെ ഇതിന്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ കമൻറ്റ് ഇടുമ്പോൾ ചില പുരുഷന്മാർക്ക് കുരുപൊട്ട്. ഇപ്പോൾ എല്ലാവരെയൊന്നും അല്ല പറയുന്നത്, എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റിനും പുരുഷന്മാർക്ക് ഇങ്ങനെ കുരുപൊട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ കമൻറ്റ് ഇട്ട് വരുന്നതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റിൽ വന്നതാണ് എൻ്റെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്, ഇതാരാ പറയുന്നത് ഓൺലൈൻ വെടിയാണ്. ഞാൻ ഓൺലൈനിൽ വ്യഭിചാരം ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സബ്സ്ക്രിപ്ഷനിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്കറിയാം, ഞാൻ സ്റ്റുഡിയോയിലും അവിടെ ഇവിടെയും പോയിട്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് പിന്നെ എൻ്റെ റീൽസ് അല്ലാതെ ഞാൻ നൈറ്റിൽ ആർക്കും ലൈവ് കൊടുക്കുമോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വഴി വേറെ ആർക്കെങ്കിലും എൻ്റെ ന്യൂഡ് പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമോ അല്ലെങ്കിൽ സെക്ഷുവലി ഞാൻ എന്തെങ്കിലും ബിസിനസ് അവിടെ ചെയ്യുമോ? ഒന്നുമില്ല. അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഞാൻ വൈറലാവേണ്ട സമയം കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു സാധനമില്ല. റീൽസും എൻ്റെ കുറേ ഡ്രസ്സിൻ്റെ ഇതുമൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു മോശം ഇടപാടായിട്ട് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇടുന്ന വീഡിയോസ് വൾഗാരിറ്റി ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബേഴ്സും തന്നെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസ കൊണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ പോലും അല്ല, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിക്കുന്ന സാധനം നിങ്ങൾക്കറിയാവോ? എൻ്റെ അപ്പം കോൾ ചെയ്യുക, എൻ്റെ അപ്പന് 100 വയസ്സും പോടുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ അപ്പൻ്റെ ചിലവിൽ പോലും ഞാൻ എൻ്റെ 17 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 18ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഒരു സ്ത്രീയാണ്.
ഞാൻ എൻ്റെ അപ്പൻ്റെ ഒരു +2 കഴിഞ്ഞ സമയം തൊട്ട്, എനിക്കൊന്ന് +2 കഴിഞ്ഞ് ഡിഗ്രിയിലോട്ട് കയറിയ സമയം തൊട്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്ന. ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോകുന്നത് ഈ വീട്ടുജോലിക്കൊക്കെ ആൾക്കാരെ വിടുന്ന, എനിക്ക് +2 കഴിഞ്ഞ സമയത്ത് വെക്കേഷൻ തൊട്ടാണ് കേട്ടോ. വീട്ടുജോലിക്കൊക്കെ ആൾക്കാരെ വിടുന്ന ഒരു ഓഫീസിലെ സ്റ്റാഫായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോണത്. പിന്നെ LIC ജോലി, അങ്ങനെ സ്റ്റെപ്പായിട്ട് ഞാൻ ഒരു ജേർണലിസ്റ്റായിട്ട് മാറുമായിരുന്നു. ഞാൻ പറയുവാണ്, എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാനൊക്കെ ഞാൻ ഭയങ്കര പ്രൗഡ്ലി പറയാം, ഞാൻ നിൽക്കേണ്ട ഒരു ഇത് വന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മേനെ ഞാൻ ഇന്നും നോക്കിയിട്ടുണ്ട്, ഇനി എന്നും നോക്കും. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോസ്, ഫോട്ടോസ്, അല്ലെങ്കിൽ അവരുടെ ഈ മഴയുടെയാണ് കേട്ടോ ഈ ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് അവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് വേണോ അല്ലേ. നമ്മുടെ ലൈഫൊക്കെ ആകെ ചുരുങ്ങി ഒരു വെള്ളപ്പൊക്കം വന്നാലോ, ഒരു അസുഖം വന്നാൽ, ഒരു കൊറോണ പോലത്തെ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള ഒരു അസുഖം വന്നാൽ നമ്മളൊരാളുടെ ഡ്രസ്സിങ് നോക്കത്തില്ല, അവരുടെ ജാതി നോക്കത്തില്ല, അവരുടെ മതം നോക്കത്തില്ല, അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കത്തില്ല. നമ്മളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്താണെങ്കിലും പോയി താമസിക്കാനുള്ള ഒരിത് നോക്കും. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു ഫുഡാണെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നോക്കും അല്ലേ. പക്ഷേ ഇതേ സമയം നമ്മൾ നന്നായിട്ട് ജീവിക്കുവാണ് എങ്കിൽ നമ്മൾ അവരെ കുറ്റം പറയും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആരായി മറ്റുള്ളവരുടെ ലൈഫിൽ കയറി അവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ജീവിക്കണം. ഐ എം പ്രൗഡ്. ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്നില്ല, ഇനി അങ്ങോട്ടും ജീവിക്കത്തില്ല. ആരെന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. ഹെയറൊക്കെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊരു തമിഴനായിരുന്നു പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക്. എനിക്ക് അങ്ങനത്തെ കമൻസൊക്കെ വരാറുണ്ട്, പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എന്നെ ബാധിക്കത്തില്ല. കാരണം എൻ്റെ ഒരാളുടെ വരുമാനത്തിൽ ഒരുപാട് ജീവൻ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ എന്നെ ജീവിക്കാനുള്ള ഒരു വലിയൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈനിൽ ഒരാളെ കാണുന്നത് പോലെയല്ലല്ലോ അവരുടെ പേഴ്സണൽ ജീവിതം എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഞാനൊരു നല്ല കുട്ടിയാണ് എന്ന് എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ ഞാൻ ഒരാളെ തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ ചെയ്യണം, എല്ലാം ചെയ്യണം. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഈ മേക്ക് ഓവറിൻ്റെ റീൽസൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് വരുന്നതായിരിക്കും.